ഇപ്പോൾ ലോകം ഇസ്രയേലും അതോടൊപ്പം തന്നെ ഇറാനുമായി ബന്ധപ്പെട്ട സംഘർഷത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുകയാണ്. ഇനിയൊരു യുദ്ധം ഉണ്ടാകുമോ എന്ന് ആശങ്കപ്പെട്ടിരിക്കുമ്പോൾ ഇങ്ങ് കേരളത്തിൽ നിന്നും പിണറായി വിജയൻ്റെ വിറപ്പിക്കുന്ന വാക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇസ്രയേൽ തെമ്മാടി രാജ്യമാണ്, അവർ മര്യാദയ്ക്ക് സമാധാനം പുലർത്താനുള്ള ശ്രമങ്ങളുമായി രംഗത്ത് വരണമെന്നാണ് പിണറായിയുടെ വാക്കുകൾ. ചിലപ്പോൾ ട്രംപ് പറഞ്ഞാൽ കേൾക്കില്ല, പിണറായിയുടെ വാക്കുകൾ കേട്ട് ഇസ്രയേൽ പിന്മാറുമോ? ബെഞ്ചമിൻ നെതന്യാഹു പിണറായിയുടെ വാക്കുകൾ കേട്ട് പേടിച്ച് മുള്ളി, താൻ്റെ കൂടെ മുള്ളി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ പറയാൻ ഈ പിണറായി വിജയൻ ആര്? കേരളം പോലൊരു കൊച്ചു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി അല്ലേ? 3.5 കോടി ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന, അല്ല, ഇനി ലോകം കാത്തിരിക്കുന്ന രണ്ടാമത്തെ വാക്ക് MA ബേബിയുടെയാണ്. അതെ, അതിലേക്ക് ഞാൻ വരാം. ഈ 3.5 കോടി ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അദ്ദേഹം ഈ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള പ്രശ്നങ്ങളിൽ ഇങ്ങനെ പ്രസ്താവനയൊക്കെ നടത്തുന്നതിന് ആരെങ്കിലും വല്ല വിലയും കൊടുക്കും? മറിച്ച് മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ. 2023 ഒക്ടോബർ 7 ഇസ്രയേലിൽ അതിക്രമിച്ച് കയറി ഹമാസ് ഒരു വലിയ മനുഷ്യത്വരഹിതമായ ഒരു പ്രവൃത്തി നടത്തി. കുറേ പേരെ അങ്ങ് വെടിവെച്ച് കൊന്നു. കുറേ സ്ത്രീകളെയും കുട്ടികളെയൊക്കെ ബന്ദികളാക്കി പിടിച്ചുകൊണ്ട് പോയി. എന്നിട്ട് ആ സ്ത്രീകളോടൊക്കെ എങ്ങനെയാണ് പെരുമാറിയതെന്ന് നമുക്കറിയാം. ഇതിനെതിരെ പിണറായി വിജയൻ ഒരു അക്ഷരം മിണ്ടിയിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടോ? ഈ ഹമാസ് നടത്തിയത് മനുഷ്യത്വരഹിതമായ ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനമാണ് എന്ന് ഒരു വാക്ക് മിണ്ടിയിട്ടുണ്ടോ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും? ഈ പറയുന്ന ജനറൽ സെക്രട്ടറി MA ബേബി, ഇപ്പോൾ നിലമ്പൂരിൽ മത്സരിക്കുന്ന സ്വരാജ് പറഞ്ഞത് എന്താ? ഹമാസ് എന്ത് ചെയ്താലും അത് ശരിയാണ്, പാലസ്തീൻ എന്ത് ചെയ്താലും അത് ശരിയാണ്. ഇന്ത്യയും പാലസ്തീനെ തന്നെയാണ് പിന്തുണയ്ക്കുന്നത്. പാലസ്തീന് ഒരുപാട് സഹായങ്ങൾ ഇന്ത്യ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. ഇസ്രയേലും പാലസ്തീനും തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കണം എന്ന് ഇന്ത്യ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് രണ്ടും ഇന്ത്യയെ സംബന്ധിച്ച് സൗഹൃദം പുലർത്തുന്ന രാഷ്ട്രങ്ങളാണ്. പക്ഷെ ഇവിടെ കുഴപ്പമുണ്ടാക്കിയത് ആരാണ്? ഹമാസാണ്. അതുകൊണ്ടാണ് പാലസ്തീനിലെ തദ്ദേശീയരായ ജനങ്ങൾ തെരുവിൽ ആഴ്ചകളായിട്ട് പ്രക്ഷോഭങ്ങൾ നടത്തുകയാണ്, ഹമാസിനെ പുറത്താക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. ഹമാസിൻ്റെ തണൽ ഞങ്ങൾക്ക് വേണ്ട, ഹമാസിൻ്റെ യാതൊരു അടയാളങ്ങളും ഈ പാലസ്തീനിൽ ഇനി ആവശ്യമില്ല എന്ന് പറഞ്ഞാണ് അവർ രംഗത്ത് വന്നിരിക്കുന്നത്. എന്തേ പിണറായി വിജയൻ അതിനെക്കുറിച്ചൊരു അക്ഷരം മിണ്ടാത്തത്? ഈ ഇസ്രയേലിനെ ചൊറിയാൻ പോകുന്ന ഹമാസിൻ്റെ പ്രവൃത്തിയെ ന്യായീകരിക്കുകയാണോ പിണറായി വിജയൻ ചെയ്യേണ്ടത്? അതോ ഏകപക്ഷീയമായിട്ട് ഇസ്രയേലിനെ കുറ്റപ്പെടുത്തുന്നത് നിർത്തിയിട്ട് വസ്തുതാപരമായി കാര്യങ്ങൾ അപഗ്രഥിച്ച് പരിശോധിച്ച് ഈ പ്രശ്നം തീർക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആ നിലപാടിനോടൊപ്പം നിൽക്കുകയല്ലേ പിണറായി വിജയൻ ചെയ്യേണ്ടത്? തുർക്കിയിൽ ഭൂകമ്പം നടന്നപ്പോൾ അവിടെ കൊണ്ട് 10 കോടി രൂപ കൊടുത്തു. വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഈ പറഞ്ഞതുപോലെ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ സഹായിച്ചതായിട്ട് ശ്രീജിത്ത് കേട്ടിട്ടുണ്ടോ പിണറായി വിജയൻ, ഈ കേരള സർക്കാർ? എന്തിന് അവരുടെ ചങ്കായ ചൈനയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ ഇവർ സഹായിക്കാൻ ചെല്ലും? ഈ തുർക്കിയോടൊക്കെ പിണറായി വിജയൻ എന്താ ഇത്ര സ്നേഹം? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടുത്തെ ഈ മുസ്ലിം വോട്ട്, ആ വോട്ട് ലക്ഷ്യമിട്ട് കാണിക്കുന്ന ഗിമ്മിക്കുകളാണിതൊക്കെ. ഈ പിണറായി വിജയൻ്റെ വാക്കുകൾക്ക് ഈ കേരളത്തിൽ പോലും വലിയ വില കിട്ടും എന്നെനിക്ക് തോന്നുന്നില്ല. വെറുതെ അല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി വാങ്ങിയത്. ഈ മുസ്ലിം പ്രീണനം ആതിരുവിട്ട് അതിൻ്റെ എല്ലാ പരിധികളും ലംഘിച്ച് എന്ത് നീചകൃത്യത്തെയും സാധൂകരിക്കുന്ന, അതിനെ ന്യായീകരിക്കുന്ന ഒരു നിലയിലേക്ക് പോയപ്പോഴല്ലേ ഇവിടുത്തെ ഇതര സമുദായങ്ങൾ, മുസ്ലിം ഇതര സമുദായങ്ങൾ ഒന്നടങ്കം ഇടതുപക്ഷത്തിനെതിരെ വോട്ട് കുത്തിയത്? അതുകൊണ്ടല്ലേ തൃശ്ശൂരിൽ BJP ജയിച്ചത്? അതുകൊണ്ടല്ലേ ഈ 20 സീറ്റിൽ കേവലം 1 സീറ്റിൽ മാത്രം, ആലത്തൂർ എന്ന് പറയുന്ന ആ 1 സീറ്റിൽ മാത്രം വിജയിക്കുകയും ബാക്കി എല്ലായിടത്തും 8 നിലയിൽ പൊട്ടുകയും ചെയ്തത്? ഒരിക്കലും തോൽക്കില്ല എന്ന് കരുതിയിരുന്ന പാലക്കാടും ആറ്റിങ്ങലും കാസർഗോഡും അടക്കമുള്ള സ്ഥലത്ത് പൊട്ടിപ്പൊളിഞ്ഞു പോയില്ലേ CPM അല്ലേ? കനത്ത 2009 തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് കനത്ത തിരിച്ചടി കിട്ടി. അപ്പോൾ പോലും 4 സീറ്റുകളിൽ ജയിച്ചു. ആറ്റിങ്ങൽ ജയിച്ചു, പാലക്കാട് ജയിച്ചു, ആലത്തൂർ ജയിച്ചു, അതുപോലെ കാസർഗോഡ് ജയിച്ചു. ഈ 4 സ്ഥലത്ത് ഇപ്പോൾ ആലത്തൂർ മാത്രമാണ്
വിജയിച്ചത്. ബാക്കി എല്ലാ സ്ഥലത്തും പൊട്ടിപ്പൊളിഞ്ഞു പോയില്ലേ? എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നതെന്ന് ഈ പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റിൻ്റെ ബുദ്ധിജീവികൾ ആലോചിക്കണം. നിങ്ങളുടെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോയിരിക്കുന്നു ഈ ഹമാസിനെയും അതുപോലെ ഇറാനെയും ഒക്കെ വെള്ളപൂശാൻ ചെല്ലുമ്പോൾ. ഈ തുർക്കിക്ക് 10 കോടി രൂപ കൊണ്ട് കൊടുക്കുമ്പോൾ ആലോചിക്കണം, നിങ്ങളെ ഈ നാട്ടിലെ പ്രബുദ്ധരായ വോട്ടർമാർക്ക് വിവരമുണ്ട്, ബുദ്ധിയുണ്ട്, വിവേകമുണ്ട്. അവർ ലോക രാഷ്ട്രീയം അവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന സത്യം നിങ്ങൾ തിരിച്ചറിയണം. ഈ കണ്ണും പൂട്ടി മുസ്ലിം വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യമിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മുസ്ലിങ്ങൾ മാത്രമല്ല കേരളത്തിൽ താമസിക്കുന്നത് എന്നുകൂടി തിരിച്ചറിയാനുള്ള ഒരു വിവേകം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നേതാക്കൾക്ക് ഉണ്ടാകണം. അത് പിണറായി വിജയൻ ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇസ്രയേൽ, ഇറാൻ തീർച്ചയായിട്ടും ഒരു യുദ്ധവും നല്ലതല്ല. പക്ഷേ ഈ ഇസ്രയേലും ഇറാനും തമ്മിൽ ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ ഏകപക്ഷീയമായിട്ട് ഇസ്രയേലിനെ കുറ്റപ്പെടുത്തുകയും ഇറാനെ ന്യായീകരിക്കുകയും ചെയ്യുന്നിടത്താണ് കുഴപ്പം. തെറ്റ് ആരാണോ ചെയ്തത് അവരെ നമ്മൾ ന്യായീകരിക്കാൻ പോകരുത്. ഇവിടെ ഇറാൻ നിരന്തരം ഇസ്രയേലിന് നേരെ എന്തെല്ലാം കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഹമാസിന് ആളും അർത്ഥവും ആയുധവും കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുന്നത് ഇറാനല്ലേ? അങ്ങനെ ഹമാസിനെ ഇറാൻ സഹായിക്കുമ്പോൾ ഇസ്രയേൽ കയ്യും കെട്ടി നോക്കിയിരിക്കണം എന്നാണോ നമ്മൾ പറയേണ്ടത്? അവർ അവരുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി അവരെന്തും ചെയ്യും. അതിനകത്ത് നമുക്ക് ഇടപെടാനാകില്ല. നമ്മൾ എന്തഭിപ്രായമാണ് അതിൽ പറയേണ്ടത്? ആദ്യം ചെയ്യേണ്ടത് ഈ പാലസ്തീൻകാർ പോലും തള്ളിക്കളഞ്ഞ ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടനയെ ഈ ലോകത്തുനിന്ന് തന്നെ ഇല്ലായ്മ ചെയ്യണം. അതിനുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടത്. അവിടെ ആ ഹമാസിനെ ന്യായീകരിക്കുകയും ഇസ്രയേലിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത് ഒരു നല്ല കാര്യമല്ല എന്ന്, ധാർമ്മികമല്ല, അത് സത്യസന്ധമല്ല എന്ന് എങ്കിലും മനസ്സിലാക്കാനുള്ള വിവേകം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾക്ക് ഉണ്ടാകണം. അത് അവർക്ക് എന്നേ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യുക. അല്ലെ, ഈ സാധാരണക്കാരായ ജനങ്ങളെ പറ്റിക്കുകയാണ് ഇവരെ പരിപാടി. തീർച്ചയായിട്ടും ഈ കേരളത്തിൽ ലോക്സഭയിൽ പോലും പണ്ടൊരു തമാശ രൂപേണ എല്ലാവരും പറയുന്നത്, ഒരു ഓട്ടോ പിടിച്ചാൽ പോകുന്ന എംപിമാരെ വെച്ച് ഈ ലോകത്തോടെ ഇവർ എന്താണ് സംസാരിക്കുന്നത്? ഇതാണ് അതായത് സ്വന്തം അസ്തിത്വം, സ്വന്തം വലുപ്പം അതെന്താണെന്ന് പോലും അറിഞ്ഞൂടാത്ത വണ്ണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചുരുങ്ങി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കെത്ര ശക്തിയുണ്ട്, എനിക്കെത്ര കരുത്തുണ്ട്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് സഭ അറിഞ്ഞ ഈ പിണറായിയേക്കാൾ ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ കേമനാണ് MA ബേബി. അതെ, അദ്ദേഹത്തിന്റെ പ്രസ്താവന വരാനിരിക്കുന്നതേ ഉള്ളൂ. അദ്ദേഹം നേരത്തെ ട്രംപിനെ വിരട്ടി, ട്രംപ് അവസാനം വരണ്ട് മോദിയെ വിളിച്ച് അയ്യോ ഞാനിനി ഒന്നിനുമില്ലേ എന്ന് പറഞ്ഞ അങ്ങനെയൊക്കെ ട്രോളുകൾ ഞാൻ കണ്ടു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പിണറായി വിജയനും MA ബേബിയും ഒക്കെ ഈ പറഞ്ഞതുപോലെ ഒരു ഓട്ടോയിൽ പോകാനുള്ള MP പോലും ഇല്ല പാർലമെന്റിലേക്ക്. ഒരു കാലത്ത് ഇന്ത്യയുടെ പ്രതിപക്ഷ ശബ്ദമായിരുന്നു. ഒരു ഓട്ടോയിൽ കൊള്ളാം. അങ്ങനെയുള്ള ഒരു പാർട്ടി തങ്ങൾ എന്ത് പറയണം പറയരുത് എന്നുള്ളതിനെ കുറിച്ചൊരു അവർക്ക് തന്നെ ഒരു വിവേചന ബുദ്ധി വേണ്ടേ? ഇനി കേരളത്തിലെ മുസ്ലിങ്ങൾ മുഴുവനും ഇവർ പറയുന്നത് പോലെ ഈ ഹമാസിനെയും ഇറാനെയും ഒക്കെ പിന്തുണച്ച് നിൽക്കുന്നവരാണ്? അല്ലല്ലോ. അവർക്കൊക്കെ വിവരവും ബുദ്ധിയും ഒക്കെ ഉണ്ട്. അവരൊന്നും അത്ര മോശക്കാരൊന്നുമല്ല. പഠിപ്പും വിവരവും ഒക്കെ ഉള്ളവർ തന്നെയാണ്. ലോകത്ത് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് അവർക്കറിയാം. കുറേ സോഷ്യൽ മീഡിയയിൽ കുറേ എണ്ണം വന്ന് തള്ളുന്നത് കണ്ടിട്ട് മുസ്ലിം സമൂഹത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അവർക്കും കാര്യപ്രാപ്തിയും വിവരവും ഒക്കെ ഉണ്ട്, വിദ്യാഭ്യാസം ഉള്ളവരാണ് അവർ. അല്ലാതെ അതൊക്കെ പണ്ട് ദേശാഭിമാനിയിൽ വാർത്ത എഴുതി വിട്ടാൽ അത് ആൾക്കാർ വിശ്വസിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല. ഇന്ന് മാധ്യമങ്ങളുടെ എണ്ണം തന്നെ വളരെ കൂടുതലാണ്. അതുപോലെ സോഷ്യൽ മീഡിയ വളരെ ശക്തമാണ്. ഏത് വിഷയത്തിൻ്റെയും സത്യാസത്യങ്ങൾ വേർതിരിച്ച് കൃത്യമായ തെളിവ് സഹിതം പുറത്തു വരുന്നൊരു കാലമാണ്. അത് തിരിച്ചറിയാനുള്ള ബുദ്ധിയെങ്കിലും നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കാണിക്കണം. അല്ലാതെ ഇങ്ങനെ ഇസ്രയേലിനെ ചീത്ത പറഞ്ഞാൽ 10 വോട്ടിങ് പോരും എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ വലിയ കഷ്ടം എന്നേ പറയാനുള്ളൂ. അത് ഒരിക്കലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഭൂഷണമല്ല.
അത് CPM-ന്റെ നേതാവായിരിക്കുന്ന പിണറായി വിജയൻ ഒരു പക്ഷേ അത് നല്ലതായിരിക്കും. പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേരളത്തിലെ മുസ്ലിങ്ങളുടെ മാത്രം മുഖ്യമന്ത്രിയല്ല, എല്ലാ വിഭാഗം ജനങ്ങളുടെയും മുഖ്യമന്ത്രിയാണെന്നുള്ള സത്യം അദ്ദേഹം തിരിച്ചറിയണം. അല്ലെങ്കിൽ അത് വലിയ ആപത്തുണ്ടാക്കും. ഈ ജനങ്ങളിൽ സ്പർദ്ധയുണ്ടാക്കാൻ വേണ്ടി മാത്രമേ ഇത്തരം കാര്യങ്ങൾ സഹായിക്കുകയുള്ളൂ. അല്ലാതെ ഇതിലൊക്കെ അഭിപ്രായം പറയേണ്ടത് ഇന്ത്യ ഗവൺമെൻറ് അഭിപ്രായം പറയും, അതിന് വിദേശകാര്യ മന്ത്രിയുണ്ട്, നമുക്ക് ഡിപ്ലോമാറ്റ്സ് ഉണ്ട്, അവർ അഭിപ്രായം പറയും. അവരെ പിന്തുണയ്ക്കുകയല്ലേ വേണ്ടത്? അല്ലെങ്കിൽ അവരഭിപ്രായം പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുകയല്ലേ വേണ്ടത്? പിണറായി വിജയൻ പോയിട്ട് ഇസ്രായേലിനെ ചീത്ത പറയാൻ എന്ത് നേട്ടമാണ് അതിലുണ്ടാകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.